ഹലോ ഗായ്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മരിയ ഇമാനുവൽ തക്കുമ്പോ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ, അതായത് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മളതിൻ്റെ ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയും പിന്നെ നമ്മൾ വാവിച്ച് ഇതുവരെയായിട്ടും ബക്കറ്റ് ചിക്കൻ കഴിച്ചിട്ടില്ല എന്ന് പറയണേ. അപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വേണമെന്ന് വെച്ചു. അപ്പോൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആദ്യം അമ്മയുടെ കേക്ക് കട്ടിങ്, പിന്നെ വാവച്ചിക്ക് വേണ്ടി നമ്മളെല്ലാവരും കൂടി എന്താ പറയുക ഒരു ബക്കറ്റ് ചിക്കൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പരിപാടികളല്ല ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടാണ്ട ബെല്ലൈക്കൺ ഞങ്ങളുടെ പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പം കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ കൂട്ടന്മാരൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ ചൂണ്ട, എൻ്റെ അനിയൻ സഞ്ജു മൂപ്പൻ, അമർജിത്ത്, ചിത്തപ്പൻ നട്ട് വിളിക്കാം. അപ്പോൾ അതേ എല്ലാവരും ഉണ്ട്. അപ്പോൾ കേക്ക് മുറി പരിപാടിയിലേക്ക് കിടക്കുകയാണ് ഗൈസ്. വരൂ അമ്മ, കേക്ക് മുറിയൂ. അപ്പോൾ ഇതട്ടാ കേക്ക് എന്ന് പറയുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. തക്കു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ അമ്മയുടെ ബർത്ത്ഡേ ആട്ടോ ഗൈസ്. അല്ല തക്കു? അമ്മയുടെ അമ്മയാട്ട ഗൈസ്. ഇത് മാമയാണ്. തക്കൂന് പനിയാണ് ഗൈസ്. തക്കൂന് പനി കുറഞ്ഞു വന്നുള്ളൂ. തക്കൂന് വേണം. ക്യാമറമാൻ ചൂണ്ടയോടൊപ്പം ചന്ദ്രൻ സൈനിങ് ഔട്ട്. ചന്ദ്രൻ പറയും അല്ലേ? ക്യാമറമാൻ വേണ്ട, ക്യാമറമാൻ വേണ്ട, ക്യാമറമാൻ വേണ്ടെന്ന്. ചെറുത് മതിരാ, കൂടുതലായി ചൂണ്ട സാർ. അയ്യോ പയ്യൻ തിന്നെ ചൂണ്ട, നീ ഇങ്ങനെ കൊതി കാണിക്കില്ല. ഗായ്സ്, എന്നെ കേക്ക് കട്ടിങ് കഴിഞ്ഞു. തക്കൂന് പനിയാട്ട ഗൈസ്. അപ്പോ അതിൻ്റെതായ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ തക്കൂനുണ്ട്. പനിക്കണ എന്നാണ്. അതെ ചെറുക്ക് ഗൈസ്. വീഡിയോ എന്നിട്ട് നിർത്തണ നീ. ചന്ദ്രന്റെ തന്നെ കൊടുക്ക പറ്റ ആള്. ക്രീം കൊടുത്താ മറ്റേ കഷ്ണം കൊടുക്കരുതിട്ട. മറ്റേത് വെച്ചാ വയ്ക്കാൻ പറ്റില്ലല്ലോ, കട്ടിയുള്ളതല്ലേ. നീ കേക്ക് ബ്രെഡ് പീസാണ് കൊടുത്തത്. അപ്പൊ സീനില്ല. മറ്റേത് ഡ്രൈ ആയിട്ടിരിക്കണതല്ലേ, കട്ടിയല്ലേ. തക്കുമോട്ടെ തക്കുമോട്ടെ എവിടെയാ? നിന്റെ അപ്പ എവിടെടാ? വേണ്ട വേണ്ടാന്ന് ഗൈസ്. അതും വേണ്ട. ആള് വേണ്ടെന്ന് കാണിക്കുന്നത്. ആൾക്ക് മതി കഴിഞ്ഞ ആള് കഴിയുമ്പോ കാണിക്കും. അവന് വേണ്ടെങ്കിൽ വേണ്ട, മത്സരമാക്കി എടുക്കണത്. അശ്വ എഞ്ചാടാ. ഓ ഇല്ല 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 ഇല്ല.
അപ്പൊ ഗൈസ് കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇനിന്ന് പറയുന്നത് നമ്മുടെ സെൽഫി എടുക്കണം. നമ്മുടെ എന്താ പറയുക ബക്കറ്റ് ചിക്കൻ ആണ്. അപ്പൊ ബക്കറ്റ് ചിക്കന്റെ പരിപാടികളാണ് ഇനി ഗൈസ്. അപ്പൊ ബാക്കി നമുക്ക് വഴിയെ കാണാം. ഓക്കെ, പരിപാടികളൊക്കെ ഇതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് ബാക്കി വഴിയെ കാണിച്ചു തരാം. ഗൈസ് അപ്പൊ ബൈ നമ്മുടെ ഇന്നത്തെ കേക്ക് കട്ടിങ് അമ്മയുടെ ബർത്ത്ഡേ ആഘോഷം നൈസായിട്ട് കഴിഞ്ഞിട്ട്. അപ്പൊ ഇനി ബർത്ത്ഡേ സെലിബ്രേഷന്റെ വക ബക്കറ്റ് ചിക്കൻ ഉണ്ട്. അപ്പൊ അത് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഈ ഫുഡ് കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയിട്ട് ബാക്കി വഴി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ ബാക്കിലായിട്ടാ സംഭവം സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് അതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള എണ്ണപ്പാട്ട, പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരന്മാരെല്ലാവരും സെറ്റാണ് ഇവിടെ ഇരിക്കാൻ വേണ്ടി. നമ്മള് സാധനം ഫുള്ള് മസാലയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, കാരണം പൊടിയും കാര്യങ്ങളൊക്കെ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ എവിടെയാണ് നമ്മൾ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ ചൂണ്ട സാർ ഉദ്ഘാടനം ചെയ്യാൻ പോണ്. ലോക്ക്ഡൗൺ സമയത്ത് മെയിൻ പരിപാടിയായിരുന്നു കേട്ടോ ഞങ്ങളുടേത്. ഒരു കല്ല് മേലെ വയ്ക്കുന്നുണ്ട്, കാരണം വേറെ എന്തൊന്നുമല്ല, കാരണം ഉറച്ചിരുന്നില്ലെങ്കിൽ പുക ഉള്ളിക്ക് അടിച്ച് അതിൻ്റെ ശൂര് വരും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ വൈകുന്നേരമാണ് വീഡിയോസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇങ്ങോട്ട് ലൈറ്റ് വെച്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എത്രത്തോളം ക്ലിയർ ആവുമെന്നും അറിയാൻ പാടില്ല. അതെ, ചൂണ്ട സാർ, തപ്പൻ സാർ, സഞ്ജുമൂപ്പൻ, അനിയൻ, അനിയത്തിയും വാവച്ചിയും തക്കുവൊക്കെ പോരും. അപ്പോൾ തക്കു ചെറിയതായിട്ട് വാശി എടുക്കണം. തക്കുവിനെ വാവച്ചി അവിടെ ഉറക്കാൻ വേണ്ടി എടുത്തേക്ക്. ചെളി വേണ്ട. അപ്പോൾ ചെളി അടിയിൽ പൊത്തണമെന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ കൂടെ പുക അടിച്ചു കയറി കഴിഞ്ഞാൽ, എന്റെ ഇടയിൽ കൂടെ പുക കയറി കഴിഞ്ഞാൽ അപ്പൊ ബാക്കി ഫുള്ള് സെറ്റ് തീ ഇട്ട് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഓക്കെ, തീ കൊളുത്താൻ പോട്ടാ. ഉറക്കപ്പുറ നീ എന്താ പടക്കത്തിനാണ് തീ കൊടുക്കണം? മാറിക്കാൻ ഓടിക്കോ. എന്നാ അതിന്റെ മുടിയും കൂടി കത്തിക്ക്. എടാ ഇതെന്ത് പാട്ടായിരുന്നു? എണ്ണപ്പാട്ടല്ലേ? നമ്മുടെ സംഭവമായിട്ടുണ്ട്. കാരണം നമ്മൾ 10:33, അതായത് രാത്രി 10:33 നമ്മൾ ഈ സംഭവം കത്തിക്കാൻ തുടങ്ങിയത്. സമയം 10:45 ആയിട്ടുണ്ട്. 10 മിനിറ്റ് മതി നല്ല ആളിച്ചുള്ള തീ കത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഏറെക്കുറെ സംഭവം കത്തി തീർന്നിട്ടുണ്ട്. എന്തായിന്ന് അത് തുറന്നു നോക്കുമ്പോൾ അറിയാം. അത് ഈ ചൂണ്ട സാർ അവിടെ കാര്യമായിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഫുള്ള് ചിക്കി മാന്തി. ഞാനത് ആലോചിച്ചു. അപ്പൊ ആ സാധനം ചെയ്തോണ്ടിരിക്കുന്നു ഇവിടെ. ഫുള്ള് ചാരാണ് കൈസ്. പേപ്പറൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും എണ്ണപ്പാട്ട ആയതുകൊണ്ട് സംഭവം സെറ്റ് ആയിട്ടുണ്ടാവുന്ന ഇരിക്കുന്നു. അപ്പൊ ബാക്കി നമുക്ക് തുറന്നിട്ട് കാണാം. വല്ലെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബാക്കി കാണാം അല്ലേ? ഫിറോസിക്കാവുമ്പോ അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി ബക്കറ്റ് ചിക്കൻ. കൂടെയുള്ളത് ചൂണ്ട, സഞ്ജു മൂപ്പൻ, അമർജിത്ത്, എൻ്റെ അനിയൻ, അനിയത്തിയും പാവച്ചിയും വരുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി വഴിയെ കാണാം. അപ്പോൾ എണ്ണപ്പെട്ട മാറ്റാൻ പോവുകയാണ്. ഓ സാധനം പൊളിഞ്ഞു. എടാ പുക അടിക്കൂലോ. അപ്പൊ നമ്മുടെ എന്ത് സാധനം റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പൊ നല്ല ചൂടുണ്ട്, സംഭവം വെന്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയാ, ഉള്ളിലെ സംഭവങ്ങൾ. ഇപ്പൊ ഗൈസ് നമ്മുടെ സാധനം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയ്ക്ക് ഫിറോസിക്കാൻ അപമാനിച്ചത് ഇഷ്ടമായില്ല. അപമാനിച്ചല്ല, അനുകരിച്ചത് അവന് ഇഷ്ടമായില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ തെറ്റ് മനസ്സിലാക്കി ഞാൻ നോർമൽ എൻ്റെ വോയിസിൽ സംസാരിക്കുകയാണ് ഗൈസ്. അപ്പോൾ സംഭവം
അപ്പയുടെ മോൻ എന്തരാ അപ്പയുടെ മോൻ എന്ത് തക്കു നോക്കണല്ലേ ഗൈസ് നിങ്ങളെ വേണ്ട അവന് സ്പീക്കറും പാട്ടും കേട്ട് കേട്ട് കഴിഞ്ഞാൽ പണ്ടേ വീക്ക്നെസ്സാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഭയങ്കര താല്പര്യമുള്ള കൂട്ടത്തിലാണ് അങ്ങനത് നമ്മുടെ സംഭവം പൊക്കിയിട്ടുണ്ട്. സെറ്റായിടാ ഇപ്പൊ സെറ്റായി. അപ്പൊ ഗായ്സ് നമ്മുടെ സംഭവം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. കാരണം ചുറ്റിനും കരിഞ്ഞിട്ടുണ്ട്, ഉള്ളിലേറെക്കുറെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ അതേ വാച്ചിവിടെ കീറിയും പൊളിച്ച് നോക്കിയിരിക്കുന്നുണ്ട്. ഇത് എന്നിട്ട് ഇവിടെ ഉണ്ടാവണം നോക്കിയിട്ടുണ്ട്. എന്തുവാടേ പാട്ട് അനിയൻ ചുണ്ട യുത്തപ്പൻ വീണ്ടും മൂപ്പൻ തക്കുപ്പൻ. ഹലോ ഗായ്സ്, പുതിയയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം തക്കുപ്പൻ. ഗായ്സ് അങ്ങനെ സാധനം സെറ്റ് ആയിട്ടുണ്ട്. ഉണ്ടോ എല്ലോ ഒക്കെ വിട്ട് സാധനം സെറ്റ് സാധനമായിട്ടുണ്ട്. നമ്മൾ അവിടെ നിർത്തിട്ടോ, കാരണം ഭയങ്കര പൊക്കിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ വീട്ടിലേക്കാൻ പറ്റിയില്ല. അപ്പോൾ ബാക്കി ഇത് ടേസ്റ്റിംഗ് പരിപാടിയാണ്. നമ്മളിതിന് അവസാനം നമ്മൾ സാധനം അകത്തേക്ക് കയറ്റിയിട്ട. കാരണം വേറെ നല്ല തക്കുനും ആവച്ചേക്കും പുറത്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനിയാണ്. അപ്പോൾ തക്കുവിന് പനി ആയതുകൊണ്ട് പുറത്തധികം നിർത്തിയില്ല. അപ്പോൾ നേരെ അകത്തേക്ക് കൊണ്ട് നമ്മരൊക്കെ പുറത്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പീസാക്കി ഇവർക്കെല്ലാവരും കൊടുത്തിട്ട് നമ്മൾ ബാക്കി പീസും കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാണ്. ഓക്കെ ഇവർക്ക് എങ്ങനെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്തായാലും ആവശ്യിക്കും അനിയനും പിന്നെ അനിയത്തിക്കും അമ്മയ്ക്കും എല്ലാവർക്കും കൊടുത്തിട്ട് ബാക്കി നമുക്ക് കാണാം. ഓക്കെ മയോണൈസ് ഉണ്ടായിട്ടുണ്ട്. പുള്ളി ഒരു ഷെഫാണ് അല്ലേ? അതായത് മയോണൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നൈസായിട്ട് എല്ലായിടേക്കും പുള്ളി ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ടേസ്റ്റ് ചേർക്കാം. അത് നീൻ പുള്ള ടേസ്റ്റ് ചെയ്തോക്കി. സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞോ അവസാനം. സൗണ്ട് കുറച്ച് തക്കുവിന് ഉറക്കി. തക്കു ഉറങ്ങിയോണ്ടിരിക്കട്ടെ. തക്കു നല്ല ഉറക്കത്തിലാണ്. അവിടെ പുതിയ തൊട്ടില് കണ്ട ഗൈസ്. കണ്ണോർന്ന് ഗൈസ്. സോറി ഞാനൊന്നും ചെയ്യില്ല. കുറവൊന്നും ലക്ഷണം കാണാനില്ല. അപ്പം നൈസായിട്ട് വാച്ചിയും കൂടി ടേസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാണാം. വാച്ചി ടേസ്റ്റ് ചെയ്യും. കാര്യം പറ, ഉള്ളതുള്ളത് പോലെ പറഞ്ഞോ. അത് ശരി, കൊള്ളാം ഗായ്സ്. ശരിടാ എന്നാ. അപ്പോൾ അമ്മ കഴിക്കൂ. അപ്പോൾ ഗായ്സ് എന്തുകൂടി പറഞ്ഞത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ തക്കോടെ നൈസിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തക്കു നൈസായിട്ട് അവിടെ ഉറങ്ങല്ല, കണ്ണുറന്നിരിക്കുകയാണ്. ഞാൻ ഫ്ലാഷ് അടിച്ചപ്പോൾ പുള്ളി നൈസായിട്ട് കണ്ണുറങ്ങും. അവർക്ക് വെട്ടം കയറിലൊക്കെ പെട്ടെന്ന് കണ്ണുറങ്ങും. അപ്പോൾ അങ്ങനെ നീറ്റു. അപ്പോൾ വേണ്ടത് എന്തോ സൗണ്ടൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞത്രേ ഉള്ളൂ ഗൈസ്. അതായത് അമ്മയുടെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞു. പിന്നെ നമ്മുടെ വാവച്ചിയുടെ ആഗ്രഹം പോലെ നമ്മൾ ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കി. പക്ഷേ ഇഷ്ടപ്പെട്ടോ? എന്നിട്ട് കാര്യമായിട്ട് പറ. ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ പറയണത്. അപ്പോൾ എന്തായാലും നമ്മൾ നമ്മുടെ ഫാമിലി മാത്രമായിട്ട് ഒരു ദിവസം ഇരുന്ന് നമ്മളൊരു ബക്കറ്റ് ചിക്കൻ്റെ ഇത് ഇപ്പോൾ വൈകുന്നേരം ആയാലും നമ്മൾ ഫുൾ ഡീറ്റെയിലും കാര്യമായിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ കൂട്ടും കാര്യങ്ങളും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയാവുന്നവർ കുറേ പേരുണ്ടാവും. കാരണം ലോക്ക്ഡൗണിൽ എല്ലാവരുടെയും മെയിൻ സാധനമായിരുന്നു. ഞങ്ങളുടെയും അത് തന്നെയായിരുന്നു. ഞങ്ങളുടെ എന്ന് വെച്ചാൽ ഞങ്ങളെ കൂട്ടരന്മാരട്ടെ. ഇവളൊന്നും ഉണ്ടായില്ല. ഇവള് ബക്കറ്റ് ചിക്കനെ പറ്റി അറിഞ്ഞിട്ട് കൂടിയില്ല. ഞങ്ങളൊക്കെ എല്ലാ ആഴ്ചയിലും ബക്കറ്റ് ചിക്കൻ അടിക്കായിരുന്നു. കാരണം ഞാൻ കോഴി സപ്ലൈക്ക് കൊണ്ട് തന്നെ കോഴിന് കിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ. അപ്പോൾ എന്തായാലും തൊടി നിറത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ അതിട്ടുണ്ടെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടാണ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ പുതിയ വീഡിയോസിൽ നിങ്ങൾക്ക് അപ്പോൾ കാണാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ദിവസത്തെ പണി. ഓക്കെ കോഴി വണ്ടി സപ്ലൈ. അതായത് എൻ്റെ കോഴി സപ്ലൈ ഒരു ദിവസത്തെ പണി ഞാൻ അടുത്തന്നെ ഒരു വ്ളോഗായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം നമ്മളെ ഇപ്പോഴും കുറേ പേര് നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് പല പണിക്കൂടെന്നൊക്കെ വന്നിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമായിട്ടാണ് ആ വീഡിയോ. ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഞങ്ങളുടെ കഷ്ടപ്പാടും നമ്മൾ ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ എന്താ പറയുക
ഒഴിവ് സമയത്തൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോൾ ആൾക്കാർ ഇങ്ങനെ ഓരോന്ന് പറയാൻ നമുക്ക് ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ എല്ലാവരും അറിയാൻ വേണ്ടിയാണ്, ഞങ്ങൾ വെറുതെ ഇരിക്കുകയല്ല, പഠിക്കൊക്കെ പോകുന്നുണ്ടെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്യണമെന്ന് എല്ലാവരും അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ എൻ്റെ കോഴ്സ് അപ്ലൈ വ്ളോഗ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ. ബൈ.